ദീപം ദീപം. ഏവർക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ദീപനാളം ശ്രദ്ധിച്ചാൽ അതിൻ്റെ ജ്വാലകൾ താഴെ നിന്ന് മുകളിലേക്ക് സഞ്ചരിക്കുന്നതായി കാണാം. അത് പരമാത്മാവിൽ ലയിക്കാനുള്ള ജീവാത്മാവിൻ്റെ വ്യഗ്രത പോലെയാണ്. എന്നാൽ ഒരു കാറ്റ് വീശുമ്പോൾ നാളം ആടിയുലയുന്നു. കാറ്റ് ശക്തമായാൽ ഒരു പക്ഷേ നാളം കെട്ടുപോകും. ഭോഗാസക്തികൾക്ക് പിന്നാലെ പോയി ലക്ഷ്യം സാക്ഷാത്കരിക്കാനാകാതെ അവസാനിക്കുന്ന ജന്മങ്ങൾക്ക് ഇതിനേക്കാൾ നല്ലൊരു ഉദാഹരണം വേറെയുണ്ടോ? കൃത്യമായ ലക്ഷ്യത്തിൽ ഏകാഗ്രതയോടെ പ്രയോഗിക്കുന്ന ശബ്ദവീചികൾക്ക് എന്തിനേയും ഈശ്വരനാക്കി മാറ്റാൻ കഴിയും. ഒന്നുകൂടി വിശദീകരിച്ചാൽ എന്തിലും അടങ്ങിയിരിക്കുന്ന ഈശ്വര ചൈതന്യത്തെ ഉണർത്താൻ ശബ്ദത്തിന് കഴിയും എന്നർത്ഥം. കേൾക്കാം ഇന്നത്തെ സന്ധ്യാനാമം. സാംബ സദാശിവ സാംബ സദാശിവ സാംബ സദാശിവ സാംബ ശിവ അദ്ഭുത വിക്രമ അമരാധീശ്വര അഗണിത ഗുണഗണ അതുല ശിവ. സാംബ സദാശിവ സാംബ സദാശിവ സാംബ സദാശിവ സാംബ ശിവ അദ്ഭുത വിക്രമ അമരാധീശ്വര അഗണിത ഗുണഗണ അതുല ശിവ. ആനന്ദാമൃത ആശ്രിത രക്ഷക ആത്മാനന്ദ മഹേശ ശിവ ഇന്ദുകലാധര ഇന്ദ്രാദി പ്രിയ സുന്ദര രൂപ സുരേശ ശിവ. ആനന്ദാമൃത ആശ്രിത രക്ഷക ആത്മാനന്ദ മഹേശ ശിവ ഇന്ദുകലാധര ഇന്ദ്രാദി പ്രിയ സുന്ദര രൂപ സുരേശ ശിവ. ഈശ ഗിരീശ ജഗത്രയ പാവന കാശീശാമിത പുണ്യ ശിവ ഉരഗ വിഭൂഷണ മുനിഗണ സേവിത നരക വിനാശ നടേശ ശിവ. ഈശ ഗിരീശ ജഗത്രയ പാവന കാശീശാമിത പുണ്യ ശിവ ഉരഗ വിഭൂഷണ മുനിഗണ സേവിത നരക വിനാശ നടേശ ശിവ. ഊർജിത ദാനവനാശ പരാത്പര ആർജിത പാപ വിനാശ ശിവ ഋഗ്വേദ ശ്രുതി മൗലി വിഭൂഷണ രവിചന്ദ്രാഗ്നി ത്രിനേത്ര ശിവ. ഊർജിത ദാനവനാശ പരാത്പര ആർജിത പാപ വിനാശ ശിവ ഋഗ്വേദ ശ്രുതി മൗലി വിഭൂഷണ രവിചന്ദ്രാഗ്നി ത്രിനേത്ര ശിവ. ലീലാ വിഗ്രഹ ലോക ശിവങ്കര കാലാഹംകൃതി ശമന ശിവ. ലീലാ വിഗ്രഹ ലോക ശിവങ്കര കാലാഹംകൃതി ശമന ശിവ. ഏകാനേക സ്വരൂപ സദാശിവ ലോകേശാത്ത വിഭൂതി ശിവ. ഏകാനേക സ്വരൂപ സദാശിവ ലോകേശാത്ത വിഭൂതി ശിവ. ഐശ്വര്യാശ്രയ സന്മയ ചിന്മയ വിശ്വാക്ഷാമൃത പൂർണ്ണ ശിവ. ഐശ്വര്യാശ്രയ സന്മയ ചിന്മയ വിശ്വാക്ഷാമൃത പൂർണ്ണ ശിവ. ഓംകാരേശ്വര ശങ്കര ശുഭകര ഹ്രീംകാര പ്രിയ സാംബ ശിവ. ഓംകാരേശ്വര ശങ്കര ശുഭകര ഹ്രീംകാര പ്രിയ സാംബ ശിവ. ഔജസഗിരി ഹരിചാപശരായുധ വിജിത പുരത്രയ വീര ശിവ. അംബരവാസ ചിദംബര നായക തുമ്പുരു നാരദ സേവ്യ ശിവ. ഔജസഗിരി ഹരിചാപശരായുധ വിജിത പുരത്രയ വീര ശിവ. അംബരവാസ ചിദംബര നായക തുമ്പുരു നാരദ സേവ്യ ശിവ. അക്ഷരരൂപക അമിത സുഖാർണവ ശിഷ്ട ഹൃദി പ്രിയവാസ ശിവ. ഹരപുരുഷോത്തമാദ്വൈതാമൃത മുരരിപു സേവ്യ മൃഡേശ ശിവ. അക്ഷരരൂപക അമിത സുഖാർണവ ശിഷ്ട ഹൃദി പ്രിയവാസ ശിവ.
ഹരപുരുഷോത്തമ അദ്വൈതാമൃത മുരരിപു സേവ്യ മൃഡേശ ശിവ. ഓം നമഃ ശിവായ. 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 ഇന്നത്തെ കഥയമമിൽ ചന്ദ്രദേവന്റെയും മഹാദേവന്റെയും കഥകൾ കേൾക്കാം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. കഥയമമ്മയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ഭഗവാൻ മഹാദേവനെ സംബന്ധിച്ച് സംസാരിക്കുന്ന സമയത്ത് ഭഗവാന്റെ ഏറ്റവും വിശേഷപ്പെട്ട ഒരു പേരാണ് ചന്ദ്രശേഖരൻ എന്നുള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഭഗവാന്റെ ജടയിൽ ഭഗവാൻ എപ്പോഴും ഒരു ചന്ദ്രക്കല ധരിച്ചതായിട്ട് കാണാറുണ്ട്. 3-ാം ദിവസത്തെ ചന്ദ്രനെയാണ് ഭഗവാൻ ജടയിൽ ധരിക്കുന്നതെന്നാണ് പറയുക. 3-ാമത്തെ പിറ 3-ാം ദിവസത്ത് കാണുന്ന ആ ചന്ദ്രനെയാണത്രേ ഭഗവാൻ തൻ്റെ ശിരസിൽ ധരിച്ചിട്ടുള്ളത്. അങ്ങനെയുള്ള ആ ചന്ദ്രദേവന്റെ ഭാഗ്യത്തെക്കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. എത്രത്തോളം ഭാഗ്യം വേണം മഹാദേവന്റെ ജടയിൽ ചെന്നിരിക്കാനുള്ള ഭാഗ്യം കിട്ടണമെങ്കിൽ, അല്ലേ? അങ്ങനെയുള്ള ആ ചന്ദ്രദേവനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് ഇന്നു മുതൽ കുറച്ച് ദിവസം നമ്മൾ ചന്ദ്രദേവന്റെ കഥകളാണ് സ്മരിക്കാൻ പോകുന്നത്. അതിലൊന്നാമത്തെ കഥയായിട്ട് ചന്ദ്രദേവനും മഹാദേവനും തമ്മിലുള്ള ആ വിശേഷപ്പെട്ട ബന്ധത്തെക്കുറിച്ചുള്ള കഥയിലേക്ക് ഇന്ന് നമുക്ക് കടന്നു ചെല്ലാം. എങ്ങനെയാണ് ഭഗവാന്റെ ജടയിൽ ഈ ചന്ദ്രന് ഒരു സ്ഥാനം കിട്ടുന്നത് എന്നുള്ളതാണ് ഈ കഥയിൽ നമ്മൾ പറയാൻ പോകുന്നത്. ചന്ദ്രന് വിശേഷപ്പെട്ട സൗന്ദര്യമുള്ളതായിട്ട് എല്ലാവർക്കും അറിയാം. അതിസുന്ദരനാണ് ചന്ദ്രദേവൻ. അതുകൊണ്ട് തന്നെ അത്രയും സൗന്ദര്യമുള്ള ഒരാളായിരിക്കണം തൻ്റെ മരുമകൻ എന്ന് കരുതിയ ദക്ഷൻ അദ്ദേഹത്തിൻ്റെ 27 മക്കളെ, ആ 27 മക്കളാണ് 27 നക്ഷത്രങ്ങൾ. ആ നക്ഷത്രങ്ങളെല്ലാം തന്നെ ചന്ദ്രന് പ്രജാപതിയായിട്ടുള്ള ദക്ഷൻ വിവാഹം ചെയ്തു കൊടുത്തു എന്നാണ്. വിവാഹം ചെയ്തു കഴിഞ്ഞാൽ എല്ലാ ഭാര്യമാരെയും ഒരുപോലെ സ്നേഹിക്കേണ്ടതാണ് യഥാർത്ഥത്തിൽ ധർമ്മം. എന്നാൽ ചന്ദ്രന് ഈ 27 പേരിൽ രോഹിണി എന്ന് പറയുന്ന നക്ഷത്രത്തോട് കൂടുതൽ സ്നേഹം ഉണ്ടായിരുന്നു എന്നാണ്. എല്ലാ സമയത്തും രോഹിണിയുടെ അടുത്ത് മാത്രം പോയിരിക്കുക, രോഹിണിയെ മാത്രം പുറത്തു കൊണ്ടുപോവുക, രോഹിണിയുടെ ഒപ്പം മാത്രം സംസാരിക്കുക, ഇങ്ങനെ ഒരു പത്നിയിലേക്ക് മാത്രം ശ്രദ്ധ കൂടുതൽ കൊടുക്കാൻ ചന്ദ്രൻ തുടങ്ങി. ഇത് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റു പത്നിമാർക്ക് പ്രയാസം ഉണ്ടാവുമല്ലോ. അപ്പം അവരവരുടെ അച്ഛനായിട്ടുള്ള ദക്ഷനോട് പോയിട്ട് ഇത് പറഞ്ഞു, ഞങ്ങളുടെ ഭർത്താവിന് ഞങ്ങളോടൊന്നും സ്നേഹമില്ല, ആകെ രോഹിണിയോട് മാത്രമാണ് സ്നേഹം. അപ്പം അദ്ദേഹം ആദ്യമൊക്കെ ചന്ദ്രനെ വിളിച്ച് ഉപദേശിച്ചു, ഇങ്ങനെ ചെയ്യരുത്, എല്ലാവരെയും ഒരുപോലെ കാണണം എന്നൊക്കെ പറഞ്ഞു എന്നാണ്. പക്ഷെ ചന്ദ്രൻ പിന്നെയും രോഹിണിയുടെ കൂടെ മാത്രം സമയം ചെലവിടാൻ തുടങ്ങി. ഇതറിഞ്ഞ ദക്ഷൻ ചന്ദ്രനെ ശപിച്ചു എന്നാണ്. എൻ്റെ എല്ലാ മക്കളെയും തുല്യരായിട്ട് കാണാതിരുന്ന നിനക്ക് ക്ഷയം സംഭവിക്കട്ടെ എന്ന് പറഞ്ഞ് ശപിച്ചു എന്നാണ്. ഇത് കേട്ടതോടുകൂടി ചന്ദ്രന് വലിയ വിഷമായി. അദ്ദേഹത്തിൻ്റെ പ്രഭയൊക്കെ പോകാൻ തുടങ്ങി, അദ്ദേഹത്തിൻ്റെ സൗന്ദര്യം പോകാൻ തുടങ്ങി. അദ്ദേഹം എല്ലാവരുടെയും മുമ്പിൽ നാണം കെട്ട് ഇനി ഞാൻ പരസ്യമായിട്ട് എവിടെയും നിൽക്കില്ല എന്ന് പറഞ്ഞ് സമുദ്രത്തിൻ്റെ അടിയിൽ പോയി ഒളിച്ചു എന്നാണ്. എന്നാൽ ചന്ദ്രൻ്റെ സാന്നിധ്യം ഭൂമിയിലെ ആളുകൾക്ക് വളരെയധികം ആവശ്യമാണ്. അദ്ദേഹം ഇങ്ങനെ മാറി നിന്നാൽ ശരിയാവില്ല. അതുകൊണ്ട് ബ്രഹ്മാദി ദേവകളെല്ലാവരും തന്നെ ചന്ദ്രനെ ചെന്ന് മഹാദേവനെ തപസ് ചെയ്യാനായിട്ട് അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കുന്നു. മഹാദേവൻ വിചാരിച്ചാൽ തീർച്ചയായിട്ടും ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവും എന്ന് നിർദ്ദേശിച്ചു. അങ്ങനെ അദ്ദേഹം ചന്ദ്രൻ പ്രഭാസത്തിൽ പോയി അവിടെ സരസ്വതി നദിയുടെ തീരത്തിരുന്നു കൊണ്ട് അവിടെ ഒരു ശിവലിംഗം ഉണ്ടാക്കി പൂജിച്ചു എന്നാണ്. അങ്ങനെ സോമൻ പൂജിച്ച ആ സ്ഥലത്തിനാണ് നമ്മൾ ഇന്ന് സോമനാഥം എന്ന് പറയുന്നത്. ഭഗവാന്റെ 12 ജ്യോതിർലിംഗങ്ങളിൽ 1-ാമത്തെ സ്ഥാനം അലങ്കരിക്കുന്ന ആ ശിവലിംഗം സ്ഥിതി ചെയ്യുന്നത് സോമനാഥത്തിലാണ്. അങ്ങനെ ചന്ദ്രൻ്റെ പൂജ കൊണ്ട് പ്രസീതനായിട്ടുള്ള മഹാദേവൻ ചന്ദ്രൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. ചന്ദ്രൻ വിഷമങ്ങളൊക്കെ പറഞ്ഞു. ആ സമയത്ത് ഭഗവാൻ പറഞ്ഞു, എത്രയൊക്കെ പറഞ്ഞാലും ദക്ഷൻ പ്രജാപതിയാണ്, അദ്ദേഹത്തിനൊരു തേജസ് ഉണ്ട്, അദ്ദേഹത്തിനൊരു തപശക്തിയുണ്ട്. അതുകൊണ്ട് അദ്ദേഹം തന്ന ശാപം പൂർണ്ണമായിട്ടും പിൻവലിക്കാൻ എനിക്ക് സാധിക്കില്ല. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, അങ്ങേക്ക് 1 മാസത്തിൻ്റെ പകുതി ദിവസങ്ങളിൽ ക്ഷയം ഉണ്ടാവുമെങ്കിലും ബാക്കിയുള്ള പകുതി ദിവസം അങ്ങേക്ക് അഭിവൃദ്ധി ഉണ്ടാവും, അങ്ങയുടെ തേജസ് കൂടിക്കൂടി വരും, അങ്ങേക്ക് പൂർണ്ണചന്ദ്രനാവാനുള്ള സവിശേഷമായിട്ടുള്ള ശക്തി ഞാനിതാ തരുന്നു എന്ന് പറഞ്ഞ് ബാക്കി ആ 15 ദിവസത്തേക്കുള്ള ആ വൃദ്ധിക്ഷയങ്ങളുടെ വൃദ്ധി ഭഗവാൻ കൊടുത്ത് അനുഗ്രഹിച്ചു എന്നാണ്. ഒപ്പം തന്നെ ചന്ദ്രനെ ഭഗവാൻ തൻ്റെ ജടയിൽ ധരിക്കുകയും ചെയ്തു. അങ്ങനെയാണത്രേ ഭഗവാൻ ഈ സോമനാഥത്തിൽ അർച്ചന നടത്തിയ ചന്ദ്രനെയാണ് ഭഗവാൻ ഈ ജടയിൽ ധരിച്ചിരിക്കുന്നത് എന്നാണ്. ഇതാണ് ആ കഥ.
അപ്പോൾ എത്രയൊക്കെ പറഞ്ഞാലും എത്രയൊക്കെ ശാപം കിട്ടിയെന്ന് പറഞ്ഞാലും ഭഗവാന്റെ ജടയിൽ പോയിരിക്കാനുള്ള ഒരു സാഹചര്യം ദക്ഷൻ്റെ ശാപം കൊണ്ട് ചന്ദ്രൻ ഉണ്ടായി എന്നുള്ളതും നമ്മൾ അനുസ്മരിക്കേണ്ടതാണ്. അങ്ങനെയുള്ള ആ ചന്ദ്രദേവൻ്റെ ആ കല ചൂടിയിരിക്കുന്ന മഹാദേവനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് ആ ചന്ദ്രന് പുറകിലുള്ള തത്വം എന്താണ് എന്നുകൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. വൃദ്ധിയും ക്ഷയവുമാണ് ചന്ദ്രനുള്ളത്. ഇത് നമ്മുടെ ജീവിതത്തിനുള്ളതാണ്. നമ്മുടെ ജീവിതത്തിന് തുടക്കവും അവസാനവും ഉണ്ട്. ആ ജീവിതത്തെ തന്നെയാണ് ഭഗവാൻ തത്വരൂപത്തിൽ ചന്ദ്രക്കലയായി ധരിച്ചിരിക്കുന്നത് എന്ന് പറയാറുണ്ട്. ഒടുക്കവും അതിൻ്റെ തുടക്കവും ഭഗവാനിൽ തന്നെയാണ് എന്ന് കാണിക്കാനായിട്ട്. പിന്നെ ചന്ദ്രൻ മനസ്സിൻ്റെ പ്രതീകമാണ് എന്നുള്ള ഒരു വ്യാഖ്യാനമുണ്ട്. തൻ്റെ മനസ്സിനെയാണത്രേ ഭഗവാൻ കൊടുത്തത് ചന്ദ്രൻ. അതുകൊണ്ടാണ് ചന്ദ്രനെ എടുത്ത് ഭഗവാൻ ശിരസിൽ വെച്ചതെന്നാണ്. നമുക്കും ഭഗവാന് കൊടുക്കാനായിട്ടുള്ളത് നമ്മുടെ മനസ്സാണ്. ആ മനസ്സിനെ ഏറ്റവും സ്നേഹം നിറഞ്ഞ, ഭക്തി നിറഞ്ഞ, തേജസ് നിറഞ്ഞ ഒന്നാക്കി മാറ്റി മഹാദേവന് കൊടുക്കുകയാണെങ്കിൽ എങ്ങനെയാണോ ചന്ദ്രനെ അദ്ദേഹം ശിരസിൽ ധരിച്ചത്, അതുപോലെ നമ്മുടെ മനസ്സിനെയും ഒരു ചന്ദ്രക്കലയാക്കി ഭഗവാൻ തൻ്റെ ആ ജടയിൽ ചൂടും എന്ന് നമുക്ക് വിശ്വസിക്കാം. അതുകൊണ്ട് തന്നെ ചന്ദ്രനെ സ്മരിക്കുന്ന സമയത്ത് നമുക്കും ഭഗവാനോട് പ്രാർത്ഥിക്കാനുള്ളത് ഇത് മാത്രമാണ്. ഭഗവാനെ, ഞങ്ങളുടെ മനസ്സിനും വൃദ്ധിക്ഷയങ്ങളുണ്ട്, ഞങ്ങൾക്കും ചിലപ്പോൾ നല്ല സ്വഭാവങ്ങൾ ഉണ്ടാവാറുണ്ട്, ചീത്ത സ്വഭാവങ്ങൾ ഉണ്ടാവാറുണ്ട്. എന്തൊക്കെയാണെങ്കിലും അതിനെയൊക്കെ തന്നെ സംഹാരമൂർത്തിയായിട്ടുള്ള അവിടെ നിന്ന് സംഹരിച്ച് പൂർണ്ണതോതിൽ എൻ്റെ മനസ്സിനെ അങ്ങയുടെ ജടയിലേക്ക് സ്വീകരിക്കണേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കാം. അങ്ങനെ ഭഗവാനും ഒപ്പം തന്നെ ചന്ദ്രദേവനുമായിട്ടുള്ള ഈ കഥ ഇന്ന് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് സ്മരിക്കാൻ സാധിച്ചതിലുള്ള പുണ്യത്തെ ഭഗവാന്റെ തന്നെ തൃക്കാൽക്കൽ സമർപ്പിച്ചുകൊണ്ട് മറ്റൊരു കഥയുമായി വീണ്ടും കഥയമയിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. പഞ്ചലോഹ കൂട്ട് എന്നാൽ 5 ലോഹങ്ങൾ കൂട്ടിയുണ്ടാക്കുന്നത് എന്നർത്ഥം. കൃത്യമായ അനുപാതത്തിൽ വേണം ഇത് നിർമ്മിക്കാൻ. 4 ഭാഗം വെള്ളിക്ക്, 1 ഭാഗം സ്വർണം, 8 ഭാഗം ചെമ്പ്, 8 ഭാഗം പിച്ചള എന്നീ ക്രമത്തിൽ ഉരുക്കി ചേർത്താണ് പഞ്ചലോഹ വിഗ്രഹങ്ങൾ ഉണ്ടാക്കുന്നത്. ആറാട്ട് നടത്തുന്ന അമ്പലങ്ങളിലെല്ലാം ഇത്തരം വിഗ്രഹങ്ങൾ ഉണ്ടാകും. ഇന്നത്തെ ദീപാരാധന കാഴ്ചയിലേക്ക് പോകാം. ഭക്തിയുടെയും കലകളുടെയും ഗ്രാമീണതകളുടെയും സമർത്ഥമായ ഇടങ്ങളിലൊന്നാണ് പാലക്കാട് ജില്ലയിലെ പല്ലാവൂർ. പച്ചപ്പട്ടുടയാടകൾ പോലെ വയലുകളാൽ ചുറ്റപ്പെട്ട ഗ്രാമത്തിന്റെ അനശ്വരമായ നാദമാണ് തൃപ്പല്ലാവൂർ ശിവക്ഷേത്രം. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. സർവവും മംഗളകരമാകുന്ന ഈ നാദം തന്നെയാണ് പല്ലാവൂർ ഗ്രാമത്തിന്റെ ആത്മനാദവും ഇവിടുത്തെ മനുഷ്യരുടെ ജീവതാളവും. പല്ലവ രാജാക്കന്മാരിൽ നിന്നാണ് പല്ലാവൂർ എന്ന സ്ഥലനാമമുണ്ടായതെന്ന് ചരിത്രം പറയുന്നു. പാലക്കാടും പരിസര പ്രദേശങ്ങളും ഒരു കാലഘട്ടത്തിൽ പല്ലവ രാജാക്കന്മാരുടെ ആധിപത്യത്തിലായിരുന്നു. പല്ലവരുടെ പട്ടണമായിരുന്ന തമിഴ്നാട്ടിലെ പല്ലവാരത്തിനും പല്ലാവൂർ എന്ന പേരിനുമുള്ള സാമ്യതകൾക്കപ്പുറം 2 പ്രദേശത്തും പല്ലവന്മാർ അതിപുരാതനമായ ശിവക്ഷേത്രങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. പക്ഷേ ഗ്രാമവാസികൾക്കിടയിൽ ക്ഷേത്രത്തിനെക്കുറിച്ച് ഒരു ആത്മീയ കഥ കൂടി നിലനിൽക്കുന്നു എന്നതാണ് മറ്റൊരു വസ്തുത. രാവണ സഹോദരനായ ഖരന്റെ കൊടും തപസ്സിനാൽ ഖരന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട മഹാദേവൻ ഖരന് 3 ശിവലിംഗങ്ങൾ നൽകുകയുണ്ടായി. ശിവലിംഗങ്ങളിൽ 2 എണ്ണം ഇരുകരങ്ങളിലുമേന്തി മറ്റൊന്ന് നാവിൻ തുമ്പത്ത് കടിച്ചു പിടിച്ചുകൊണ്ട് ആകാശമാർഗേണ യാത്ര ചെയ്യുകയായിരുന്ന ഖരൻ വിശ്രമത്തിനായി ഭൂമിയിലേക്ക് ഇറങ്ങിയപ്പോൾ നിലത്ത് വെച്ച 3 വിഗ്രഹങ്ങളും തിരിച്ചെടുക്കാൻ കഴിയാത്ത വിധം 3 സ്ഥലങ്ങളിലായി പ്രതിഷ്ഠിതമായി എന്നതാണ് വിശ്വാസം. അങ്ങനെയാണ് ശ്രീ ഏറ്റുമാനൂർ, കടുത്തുരുത്തി, വൈക്കം ശിവക്ഷേത്രങ്ങൾ ഉണ്ടായതെന്നും ഈ ക്ഷേത്രങ്ങളുടെ ഐതിഹ്യങ്ങൾ പറയുന്നത് പോലെ
പല്ലാവൂർ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ഖരൻ പല്ലുകൊണ്ട് പ്രതിഷ്ഠിച്ചതാണെന്നും അതുകൊണ്ടാണിവിടം പല്ലാവൂരെന്നറിയപ്പെടുന്നതും എന്നതാണ് മറ്റൊരു വിശ്വാസ പ്രമാണം. അതിപുരാതനമായ പല്ലാവൂർ ക്ഷേത്രത്തിൻ്റേത് ചെമ്പു തകിടുകളാൽ പൊതിഞ്ഞ മനോഹരമായ വട്ടശ്രീകോവിലാണ്. പടിഞ്ഞാറോട്ട് ദർശനമേകിയിരിക്കുന്ന മഹാദേവൻ ശാന്തസ്വരൂപനായാണ് ഇവിടെ കുടികൊള്ളുന്നത്. വട്ടശ്രീകോവിലിൽ കിഴക്കോട്ട് ദർശനമായി പാർവതീദേവിയുമുണ്ട്. ഇതാണ് മറ്റൊരു സവിശേഷത. വിശ്വപുരുഷനായ ശിവനും പ്രകൃതിശക്തിയായ പാർവതിയും ചേരുമ്പോൾ പ്രപഞ്ച താളമാകുന്നു. സ്ത്രീയെ പുരുഷനിൽ നിന്ന് വേറിട്ട് കാണാൻ കഴിയില്ലെന്നും രണ്ടും ചേർന്നതാണ് ഈ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പെന്നും താളമെന്നും ലയമെന്നും അർദ്ധനാരീശ്വര രൂപത്തിലൂടെ ഭഗവാൻ നമുക്ക് കാട്ടിത്തരുന്നു. അതുകൊണ്ട് ദേവിയും ദേവനും തുല്യശക്തിയായി കുടികൊള്ളുന്ന പല്ലാവൂർ ക്ഷേത്ര ദർശനം ഇഹത്തിലും പരത്തിലും മോക്ഷദായകമാകുന്നു. ശിവനും പാർവതീദേവിയും ശ്രീകോവിലിനുള്ളിൽ പടിഞ്ഞാറോട്ടും കിഴക്കോട്ടും ദർശനമരുളിയിരിക്കുമ്പോൾ ശ്രീകോവിലിന്റെ വശങ്ങളിൽ ശാസ്താവും ശ്രീമുരുകനും ശ്രീഗണപതിയും ഉപദൈവങ്ങളായി നിലകൊള്ളുന്നു. ക്ഷേത്ര മതിൽക്കെട്ടിനു പുറത്തായി കീഴിലും ക്ഷേത്രമായി ഒരു ശ്രീകൃഷ്ണ കോവിലും നിലനിൽക്കുന്നുണ്ട്. നൂറുകണക്കിന് വർഷം പഴക്കമുള്ള ഈ ക്ഷേത്രവും അതിനോട് ചേർന്ന ഉപദൈവങ്ങളുടെ ക്ഷേത്ര സമുച്ചയങ്ങളും പഴമയുടെ സൗന്ദര്യത്തോടെ തന്നെ നിലനിൽക്കുന്നു. ക്ഷേത്രത്തിനു കിഴക്കുവശത്തായി വിശാലമായൊരു ക്ഷേത്രക്കുളമുണ്ട്. ഈ ക്ഷേത്രക്കുളം ശിവന്റെ ഭൂതഗണങ്ങളാൽ നിർമ്മിതമായ ക്ഷേത്രത്തിനു ചുറ്റുമുള്ള മതിലുമായി ബന്ധപ്പെടുത്തി ഒരു കഥയും നിലനിൽക്കുന്നുണ്ട്. മനുഷ്യസ്പർശമില്ലാത്ത ഒരു രാത്രി ശിവന്റെ ഭൂതഗണങ്ങൾ ഒറ്റ രാത്രി കൊണ്ട് ഈ മതിൽ നിർമ്മിക്കാൻ വരികയുണ്ടായിയത്രേ. നിശബ്ദതയിൽ മതിൽ നിർമ്മാണം തുടർന്നുകൊണ്ടിരിക്കെ സൂര്യോദയത്തിനു മുമ്പായി ക്ഷേത്രക്കുളത്തിലേക്ക് ഒരു മനുഷ്യ സ്ത്രീ സ്നാനത്തിനായി വന്നുവെന്നും ആ സ്ത്രീ ഭൂതഗണങ്ങളെ ദർശിച്ചതോടെ അവർ ക്ഷേത്രമതിൽ നിർമ്മാണം നിർത്തിവയ്ക്കുകയുമായിരുന്നു അത്രേ. ശിലാപാളികൾ അടുക്കി നിർമ്മിച്ച ക്ഷേത്രമതിലിൻ്റെ ഒരു വശം ഇപ്പോഴും പണി പൂർത്തിയാകാത്ത അവസ്ഥയിൽ തുടരുന്നു എന്നതാണ് ഈ കഥയ്ക്ക് പിൻബലമേകുന്ന മറ്റൊരു വസ്തുത. 12 വർഷത്തിലൊരിക്കൽ മാത്രം നടക്കുന്ന തൃപ്പല്ലാവൂർ ആറാട്ട് വളരെ പ്രസിദ്ധമാണ്. ഇവിടെ 12 വർഷത്തിലൊരിക്കൽ അച്ഛനും മകളും ഒരുമിക്കുന്ന അപൂർവമായ കാഴ്ച രണ്ടു ദേശക്കാർക്കും വേറിട്ടൊരനുഭവമാണ് സമ്മാനിക്കുന്നത്. ദേവന്റെയും ദേവിയുടെയും തിടമ്പുകൾ കൈമാറുന്ന ഈ ചടങ്ങ് വളരെ സവിശേഷമാണ്.
ശുദ്ധവും സർവഗ്രഹങ്ങളുടെയും താളം നിലനിർത്തുന്ന ശൈവശക്തി തന്നെ. മൗലിയിൽ ചന്ദ്രക്കല ചൂടുന്ന ഭഗവാൻ ചന്ദ്രകലാധരനാകുമ്പോൾ ഭഗവാന്റെ പഞ്ചേന്ദ്രിയങ്ങളിൽ ആകാശവും ജലവും അഗ്നിയും ഭൂമിയും വായുവും ദർശിക്കുവാൻ കഴിയുന്നു. കലാകാരന്മാരുടെ കേദാരഭൂമിയാണ് പല്ലാവൂരപ്പൻ്റെ മണ്ണ്. പല്ലാവൂരിൻ്റെ മണ്ണ് വിളയിച്ചെടുത്ത കലാകാരന്മാരിൽ പലരും ലോകശ്രദ്ധയെ ആകർഷിച്ചവരാണ്. ആ പാരമ്പര്യം ഇപ്പോഴും പിന്തുടരുന്ന പരമ്പരകൾ മക്കളിലൂടെയും ചെറുമക്കളിലൂടെയും നിലനിൽക്കുന്നതുകൊണ്ട് പല്ലാവൂരിൻ്റെ സന്ധ്യകൾ താളമേളങ്ങളാൽ ആനന്ദഭരിതമാകുന്നു. അങ്ങനെ പല്ലാവൂരിൻ്റെ കലാഭൂമികയിൽ പുതുനാമ്പുകൾ കാലാന്തരങ്ങളോളം നിലനിൽക്കട്ടെ. ക്ഷേത്രപൂജകൾ കഴിഞ്ഞു. ഇനിയുള്ള രാത്രിയുടെ യാമങ്ങൾ ശിവകുടുംബത്തിൻ്റേതാണ്. ക്ഷേത്രത്തിനു ചുറ്റുമുള്ള വൻമതിലിനു മുകളിലായി ശ്രീഭൂതഗണങ്ങൾ നിരന്നു. ഇനി പല്ലാവൂരപ്പൻ്റെ ശ്രീകോവിലിനുള്ളിൽ ഗംഗയും മാനസസരസും നിറയുകയായി. മഹാദേവന്റെ ഢമരുവിൽ നിന്നും പ്രപഞ്ചനാദം നിറയുമ്പോൾ ആ നടനത്തിൻ്റെ താളത്തിൽ ശിവകുടുംബം ലയിച്ചു ചേരുന്നു. പല്ലാവൂർ ഗ്രാമം ഓംകാരമന്ത്രങ്ങൾ ആത്മാവിലേക്ക് ആവാഹിച്ചു. മഹാദേവ, പരമേശ്വര, എൻ്റെ ഈ ഓംകാര പ്രാണായാമങ്ങൾ നിന്നിലേക്കുള്ള യാത്ര തന്നെ. നിന്നിലേക്കുള്ള എൻ്റെ ഈ യാത്ര തിരിച്ചറിഞ്ഞ് എനിക്ക് ദീനമില്ലാത്ത ജീവിതവും അനായാസ മരണവും നിന്നിൽ അചഞ്ചലമായ വിശ്വാസവും തന്ന്
എന്നെ അനുഗ്രഹിക്കണമേ. നമ്മുടെ ഭക്തിയും വിശ്വാസവും മറ്റുള്ളവർക്ക് ചൂഷണം ചെയ്യാനുള്ള ഉപാധിയായി മാറ്റാതിരിക്കാൻ ശ്രദ്ധിക്കുക. എല്ലാവരെയും സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ അവസാനിക്കുന്നു. ഏവർക്കും നന്ദി.